മാനം മാനം മുട്ടും പണമുണ്ടേലും മായം മായം വിൽക്കും തടയണ്ടാരും നല്ലേലും ബില്ലേലും പെണ്ണേലും മറിമായം. ലോലിതൻ പുതിയ കലാസപരിയുമായി. കേരളത്തിലെ പ്രമുഖ നാടക സീരിയൽ നടനും ഗായകനുമായ ലോലിതൻ കലാവേദിയിൽ കളം മാറ്റുന്ന കാഴ്ചയ്ക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കേരളം സാക്ഷിയാകും. നാടക മുഹൂർത്തങ്ങളും ചലച്ചിത്ര ഗാനങ്ങളും ഉൾപ്പെടുത്തിയ നവീനതരം സംഗീത കാഴ്ച ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അരമനയിൽ. ലോലിസം എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഈ സംഗീത പരിപാടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവതരിപ്പിക്കാനാണ് തീരുമാനം. ലോലിസം, ആഹാ, നല്ല പേര്. എന്തൊക്കെയുണ്ട് സെക്രട്ടറി വിശേഷങ്ങൾ? വിശേഷമൊക്കെ നല്ല വിശേഷം തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ എടുത്താ പൊന്താത്ത അത്ര പണിയുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ. ഇനി അതിന്റെ ഇടയിൽ കൂടെയാണ് ഗുസ്തി മത്സരം. നിങ്ങൾ ആരായിട്ടാ ഗുസ്തി പിടിക്കാൻ പോണത്? അഖില കേരള ഗുസ്തി മത്സരം നടക്കണത് നമ്മുടെ പഞ്ചായത്തിലല്ലേ? ഓ, ഞാനത് മറന്നു. ഇനിയിപ്പോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ ഈ ഗുസ്തി മത്സരത്തിന്റെ മുഴുവൻ ചുമതല എന്റെ തലയിലാണ്. ഭാരവാഹിത്വം കണക്കെടുപ്പ് നോക്കലൊക്കെ ഉള്ള നിങ്ങൾക്ക് ബാക്കിയൊക്കെ കിടക്കണം എന്റെ തലയിലല്ലേ? അല്ലെങ്കിൽ തന്നെ ഭാര്യനും കുട്ടിയോളം കണ്ട ദിവസം കുറയും. ഇനിയിപ്പോ ഗുസ്തിയും കൂടി തുടങ്ങി എന്താണ്ടാവാന്ന് അറിയില്ല. ആ സെക്രട്ടറി, നമുക്ക് ഈ ഗുസ്തി മേളയെക്കാട്ടിലും ശോഭിക്കേണ്ടത് അതിന്റെ ഉദ്ഘാടനവും സമാപന സമ്മേളനവുമാണ്. ഉദ്ഘാടനവും സമാപനം ഒന്നും കായില്ലാണ്ട് ഒരു കലക്കൊന്നും നടക്കില്ല കേട്ടോ. കായ് ഉണ്ടാക്കാൻ നിങ്ങൾ പരാതി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ സെക്രട്ടറി? അല്ല പറയാണ്. പിന്നെ ഉദ്ഘാടനം ഒരു മഹാസംഭവമാക്കാൻ ഞാൻ ഒരു പരിപാടി കണ്ടുവച്ചിട്ടുണ്ട്. അതെന്താണ്? കൂട്ടോട്ടോ? ഊട്ടയോട്ടൊന്നും അല്ലാന്ന്, അതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. മാലപ്പടക്കം പൊട്ടിക്കോ? മാലപ്പടക്കമല്ല, അതിനേക്കാൾ ഞെട്ടും. എന്താണ്? ലോലിസം. ലോലിസം? അല്ല, അതിനിപ്പോ ഈ ലോലിതെന്ന് പറഞ്ഞ ആള് സമ്മതിക്കോ? സമ്മതിക്കണം, സമ്മതിപ്പിക്കണം. എങ്ങനെയാണ്? പൈസ കൊടുക്കണമെന്ന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ വീഴാത്ത ലോലിതുണ്ടോ? അതിന് ഫണ്ട് എവിടെയാണ്? നിങ്ങൾ ഈ പരാതി മാത്രം പറയാൻ നിൽക്കുന്നത് എന്തിനാണ്? ഫണ്ടിന്റെ കാര്യങ്ങൾ അറിയണ്ടെന്ന് പറഞ്ഞില്ലേ? ഫണ്ട് നമുക്ക് ഉണ്ടാക്കാം, അല്ലാതെ ഫണ്ടില്ല എന്ന് പറഞ്ഞ കാര്യം നടക്കട്ടെ. സുഗത, എന്താ? ഞാൻ കാശിന്റെ കാര്യം. സെക്രട്ടറി, ഇത് സുഗതൻ, എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ. ഇയാള് കൂലിപ്പണിക്കാരനാ. ഇയാളുടെ ഭാര്യയ്ക്ക് കരളിന് അസുഖ. ചികിത്സക്ക് കുറച്ച് പൈസ വേണം. അല്ല, ഞാൻ ചെയ്യാനാണ്. അല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ദുരിതാശ്വാസ നിധിന്നേ ഒരു 5000 ഉറുപ്പ്യ ധനസഹായം വേണമെന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. സാർ അതൊന്ന് പറഞ്ഞ് ശരിയാക്കി കൊടുക്കണം. അപേക്ഷയൊക്കെ ഞാൻ കണ്ടു. അതിന് കായ് വേണ്ട, ഫണ്ട് കാലിയാണ് സാറേ. വെറും 5000 ഉറുപ്പ്യല്ലേ ഉള്ളൂ സാറേ. അത് നിങ്ങൾക്ക് നിസാരല്ലേ. എനിക്കാണെങ്കിൽ ആ കാശ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഉപകാരവും. അത് ശരിയാക്കാം സുഗത, ശരിയാക്കാം കേട്ടോ. ഞാൻ എപ്പോഴാണ് വരണ്ടേ? അതിന് ഈ മേളൊന്ന് കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം. മേളയോ? അതെ സുഗത, നമ്മുടെ പഞ്ചായത്തിന് ഒരു വലിയ ഭാഗ്യം കൈവന്നിരിക്കുകയാണ്. എന്താ? അഖില കേരള ഗുസ്തി മത്സരത്തിന്റെ വേദി നമ്മുടെ പഞ്ചായത്താണ്. മേള എത്രമാത്രം വിജയിപ്പിക്കാമോ അത്രമാത്രം നമ്മൾ വിജയിപ്പിക്കണം. അതിനെപ്പറ്റി ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നിനക്കൊരു സന്തോഷമില്ലാത്ത എന്താണ്? ഒരു പ്രാദേശിക സ്നേഹമൊക്കെ ഉണരട്ടോ. അല്ല, 5000 ഉറുപ്പ്യം കൂടി എടുക്കാനില്ലാന്നും കേട്ടു. മേള കൊഴുക്കും വേണം. അതിന്റെ സന്തോഷത്തില സാർ, സന്തോഷത്തില. ഞാൻ ഫണ്ടില്ലെങ്കിലും പരിപാടി നമ്മൾ നടത്തണം. അതൊക്കെ നടത്തണം. അതാണ് ചെയ്യേണ്ടത്. ഭാര്യയ്ക്ക് കരളിന് അസുഖം, എന്നിട്ട് അവന്റെ അഹങ്കാരം കണ്ടില്ലേ? നിർത്തിക്ക, സാറ് വരുന്നുണ്ട്. ലോലിത സാർ. ഹലോ. പുതിയ വർക്ക് അടുത്ത 14-നാണ്. ഓക്കെ, ഞാൻ കുറച്ച് ബിസിയാണ്. ഓക്കെ, എന്തൊക്കെയായി കാര്യങ്ങൾ? സാർ, കൊറിയോഗ്രാഫിയുടെ ടീം മാത്രം വന്നിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ മിക്കവാറും ഓക്കെയാണ്. എന്താണ് മിക്കവാറും ഓക്കെ? ഇതൊരു പുതിയ വാക്കാണല്ലോ. അല്ല സാർ, ബാക്കിയെല്ലാം 90% ഓക്കെയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ. ഇവിടെ പുതിയ സിംഗറാണ് അല്ലേ? റിയാലിറ്റി ഷോയില് വിന്നറാണ്. ഏതൊക്കെ പാട്ട് പാടുന്നുണ്ട്? സാറ് പറയുന്ന പാട്ടൊക്കെ പാടും.
നൈസ് കയ്യിൽ വെച്ചല്ലേ. ഇങ്ങോട്ട് വരും, അവിടെ അടുത്തോട്ട് നിന്നോളൂ. സാറിൻ്റെ അടുത്തോട്ട് നിന്നോളൂ. ഒന്ന് എണീറ്റ് അവിടെ നിൽക്കേ. पापा कहते हैं बड़ा नाम करेगा, बेटा हमारा ऐसा काम करेगा, मगर ये तो कोई न जाने है मेरी मंजिल है कहाँ. पापा कहते हैं बड़ा नाम करेगा. പുറത്ത് രണ്ടുപേരും സാറിനെ കാണാൻ വേണ്ടി നിൽക്കുക. ഞാൻ വളരെ ടയർഡാണ്. അല്ല സാർ, അവർ കാലത്ത് മുതൽ വന്ന് നിൽക്കുക. പിന്നീട് വരാൻ പറയാം. ഒരുപാട് ദൂരം നിന്ന് വന്നതാ, കണ്ടിട്ട് രാഷ്ട്രീയക്കാരാണെന്നാണ് തോന്നുന്നത്. സാർ പറയൂ, വരാൻ പറയൂ. താങ്ക് യു സാർ. സാർ ഇവരാണ് ഞാൻ പറഞ്ഞത്. അതല്ല അല്ലാ, ഞാൻ സ്വപ്നം കാണുമോ എന്നൊക്കെ അറിയില്ല. എന്ന് തുറന്നേ സാറേ. അങ്ങോട്ട് ഇരി. സാറേ നമസ്കാരം. ഞാൻ ഊക്കമ്പാറ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഇത് ഞങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറി കോയ. സാറേ സാറിന് സുഖമാണല്ലോ അല്ലേ? വന്ന കാര്യം പറയാം. അതെ സാറേ, അടുത്ത മാസം 20-നാണ് അഖില കേരള ഗുസ്തി മത്സരം നടക്കുന്നത്. അത് ഞങ്ങളുടെ പഞ്ചായത്തിൽ വെച്ചാണ് നടത്തുന്നത്. സാറ് അതിന്റെ ലോഗോ കണ്ടു കാണും ചിലപ്പോൾ. 2 പോത്തുകൾ തമ്മിൽ കൊമ്പ് കോർത്ത് നിൽക്കുന്ന ചിത്രം. അതെ സാർ, ഒരുപാട് പോത്തുകളുടെ തല ദിവസവും കാണുക. നിങ്ങൾ വന്ന കാര്യം പറയും. അതിന്റെ ഉദ്ഘാടനം ഗംഭീരമാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോഗ്രാം കൺവീനറായിട്ട് എന്നെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഉദ്ഘാടനത്തിന് എന്നെ വിളിക്കരുത് പ്ലീസ്. അല്ല സാറേ, അത് ഉദ്ഘാടനത്തിന് അവിടെ ആരെങ്കിലും ഒക്കെ വന്ന് ചെയ്തോളും. പക്ഷെ നമുക്ക് ആവശ്യം സാറിന്റെ ആ ഒരു ലോലിസം എന്ന് പറഞ്ഞിട്ട് പരിപാടി ഇല്ലേ, അതൊന്ന് അവതരിപ്പിക്കാൻ. അതങ്ങനെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലല്ല. ഞാൻ അത് റിഹേഴ്സലൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു. അയ്യോ അങ്ങനെ പറയല്ലേ സാർ. ഇല്ല. സാർ എന്തായാലും അവിടെ നിന്ന് വരണം, ആ പ്രോഗ്രാമാണോ അവതരിപ്പിക്കണം. സാറേ അത് കുഴപ്പമില്ല. അല്ല സാറ് പറഞ്ഞത് വേറൊന്നുമല്ല, നമ്മുടെ റിഹേഴ്സൽ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് ഇപ്പോൾ. സാറേ ഞങ്ങൾ പറയട്ടെ, സാറ് അവിടെ വന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് സന്തോഷമാണ്. അപ്പൊ പിന്നെ അതൊന്നും ഒരു വിഷയമല്ലല്ലോ. ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വേദിയിലല്ല അത് അവതരിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അത് വേറൊരു കുറേ ആൾക്കാരൊക്കെ ഇനി വിളിക്കാനുണ്ട്, കുറേ ആർട്ടിസ്റ്റുകളൊക്കെ വരാനുണ്ട്. അത് ഒത്തിരി വേറെ ഒരുപാട് കാര്യം പറയാം. അല്ല സാർ, നമുക്കൊന്ന് ശ്രമിച്ചാൽ, റിഹേഴ്സൽ ഒന്ന് സ്പീഡപ്പ് ചെയ്താൽ നമുക്കൊന്ന് ശ്രമിച്ചൂടെ? അതൊക്കെ പറ്റുന്നല്ലേ സാർ? അത് പറ്റും സാറേ. അല്ല സാർ, സ്റ്റുഡിയോ ഒക്കെ ഓക്കെയാണ് സാർ. അല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചോളൂ. നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചിട്ട് പറഞ്ഞു. ശരി ഓക്കെ. ശരി. അതെ, നിങ്ങള് ഈ പരിപാടി ഡേറ്റ് എന്താ 20 അല്ലേ? പക്ഷെ എല്ലാത്തിനും ഒരു നല്ല പ്ലാനിങ് വേണം. പിന്നെ ഇതിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കേണ്ട ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ കുറച്ച് എക്സ്പെൻസ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ നമുക്കൊരു ഏതാണ്ട് ഒരു 25 lakhs വേണ്ടി വരും അതിൻ്റെ എക്സ്പെൻസ്. 25 ലക്ഷം വരുമല്ലേ? 25 ലക്ഷം. അതെ, ഈ 25 ലക്ഷം എന്ന് പറയുന്നത് സാറിനല്ല, ഇത് കൂടെ പങ്കെടുക്കുന്ന ആർട്ടിസ്റ്റുകളുടെ ചെലവും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. കുറച്ചൊന്നും കുറയ്ക്കാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. ഇത് ഞാൻ പറയില്ലേ സാർ, ഇത് ഇങ്ങനെ ഒരു വേദിയിൽ അവതരിപ്പിക്കാൻ പ്ലാൻ ചെയ്തേക്കുന്ന പ്രോഗ്രാം അല്ല. പിന്നെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തതിൽ സാറിന് എന്തോ നല്ല മനസ്സ് തോന്നിയിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. ഞാൻ പറയാം, പക്ഷേ എല്ലാം പ്ലാൻഡ് ആയിരിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ചാർട്ട് ചെയ്തിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞോളാം. നിങ്ങളൊരു നോട്ടീസ് അടിച്ചോളൂ. മലയാളത്തിൻ്റെ അഭിമാനവും സ്വകാര്യ അഹങ്കാരവുമായ പ്രിയ നടൻ ലോലിതൻ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നമസ്കാരം സാർ. സാർ, ഫിക്സ് TV പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. പക്ഷേ സമയം ഒരു വിലങ്ങതടിയാണ്. അതുകൊണ്ട് തന്നെ 1-2 കാര്യങ്ങൾ എടുത്ത് ചോദിക്കുകയാണ്. അത് പൊതു താല്പര്യത്തിൻ്റെ പേരിലാണ് ചോദിക്കുന്നത്, അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. സാർ, ശരിക്ക് എന്താണ് ലോലിസം? ഈ പരിപാടി എങ്ങനെയാണ് രൂപപ്പെട്ടത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ അഭിനയിച്ച ഒട്ടേറെ നാടകങ്ങളിലെ ദൃശ്യങ്ങളും ഗാനരംഗങ്ങളും കോർത്തിണക്കിയ ഒരു വർക്കാണ്. ഇതിൽ
എന്നിലെ നടനുണ്ടാകും, ആ നടൻ അഭിനയിച്ച കഥാപാത്രങ്ങളുണ്ടാവും, എന്നെ ഞാനാക്കിയ ആസ്വാദകരുണ്ടാവും. പക്ഷേ സാർ ചില ദോഷക ദൃക്കുകളാണ് എങ്കിൽ കൂടിയും പലരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, ചില സംശയങ്ങളാണ്. ഇതിൽ സാറിൻ്റെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ട് എന്നുള്ളൊരു അപസ്മൃതിയാണ്. എങ്കിൽ പോലും അങ്ങനെ കേൾക്കുന്നു സാർ. അതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? ആർക്കും എന്തുകൊണ്ട് പറയാമല്ലോ, അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. ഞാൻ എൻ്റെ കലാപ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. ഇതിനു വേണ്ടി 25 ലക്ഷം രൂപയോളം കൈപ്പറ്റിയായിട്ട് പറഞ്ഞു കേൾക്കുന്നുള്ളൂ സാർ. അതിലെത്രത്തോളം വാസ്തവികതയുണ്ട്? അത് സത്യമാണ്, പൈസ വേണമല്ലോ. അതെ സാർ, ഇത്രയും തിരക്കിനിടയിലും നമ്മുടെ ഫിഷ് TV പ്രേക്ഷകർക്ക് വേണ്ടി സമയം വിനിയോഗിച്ചതിൽ വളരെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്ന താരത്തിൻ്റെ ലോലിസത്തിൻ്റെ ലീലകൾ കാണാൻ ആ രാവിൽ ഞങ്ങളുണ്ടാകും. നിങ്ങളും ഉണ്ടാവില്ലേ? ഉണ്ടാകണം. നമസ്കാരം. തള്ളേ പോയാ. ഹലോ, അതെ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ആരാ? പത്രത്തിൽ നിന്നാണോ? ചോദിച്ചോളൂ. അതെ, ഉദ്ഘാടനം ഗംഭീരമാക്കാനാണ് തീരുമാനം. നമ്മുടെ പഞ്ചായത്തിൻ്റെ അഭിമാനവും അന്തസ്സും ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര ലക്ഷം രൂപ ചെലവാക്കുന്നതിനും പഞ്ചായത്തിന് മടിയില്ല. ലോലിസോ? അതിന് 25 ലക്ഷം രൂപ. മുഴുവൻ സംഖ്യയും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. പ്രതിഫലം വാങ്ങുന്നില്ല എന്ന് അദ്ദേഹം നേരത്തെ ഒരു ചാനലിൽ പറഞ്ഞു. ശരിയാണ്, പക്ഷേ പിന്നീട് മാറ്റി പറഞ്ഞല്ലോ. എന്തുകൊണ്ട് സൗജന്യമായിട്ട് ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ, എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഞാനതിൻ്റെ പ്രോഗ്രാം നോട്ടീസൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം. എനിക്കൊരല്പം തിരക്കുണ്ട്, പിന്നീട് വിളിക്ക്. ശരി. ഈ പത്രക്കാരെ കൊണ്ട് സോറി. എന്താ സൂതാ? എന്താ നിനക്കൊരു വിഷമം? എൻ്റെ വിഷമം സാറിന് അറിയാവുന്നതല്ലേ. സാറെന്നൊന്നും വിളിക്കണ്ടോ, അതിലൊന്നും വലിയ കാര്യമില്ല. അതല്ല സത്യശീല, ഭാര്യയ്ക്ക് അസുഖം കൂടി വരിക. ഓരോ ദിവസം കാശിങ്ങനെ ഒരുപാട് ചിലവായി കൊണ്ടിരിക്കും. നീ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാതെ. അപ്പോൾ പഞ്ചായത്തിന് 5000 രൂപ നിനക്ക് കിട്ടിയില്ലേ? അത് നിങ്ങളറിയാണ്ട് എങ്ങനെ എനിക്ക് കിട്ടുക? കിട്ടിയെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുമോ? പഞ്ചായത്തിൽ പൈസയൊക്കെ വളരെ കുറവാണോ. പിന്നെ ഈ ദുരിതാശ്വാസ നിധിയൊക്കെ അടച്ചു വെച്ചിരിക്കുക. അത് തുറന്നിട്ടൊരു 5000 രൂപ നിനക്ക് എടുത്തു തരാൻ എനിക്ക് പറ്റുമോ? എന്നാലും സത്യശീലം വിചാരിച്ചത് നടക്കില്ലേ? അതെ സുഗത, നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കയറി വന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തരുത്. അത് വലിയ ബുദ്ധിമുട്ടാണ്. പണക്ക് ശല്യമായില്ലേ? തെരഞ്ഞെടുപ്പ് സമയത്ത് നീ ഇതൊന്നല്ലോ പറഞ്ഞ്. നമ്മൾ കൂട്ടുകാരാണ്, ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരാണ്. അടിക്കടി വന്ന് നീ എന്തു വേണമെങ്കിലും ചോദിക്കണം, എല്ലാം ഞാൻ ചെയ്തു തരാമെന്നല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ തന്നെ വന്ന് കാണുന്നത്. അതെ, അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞില്ലേ. ഈ തിരക്കൊക്കെ ഒന്ന് മാറട്ടെ. എന്ത് തിരക്ക്? ഞങ്ങളെപ്പോലുള്ളവരുടെ കാര്യം നോക്കാണ്ടേ. ഈ ഗുസ്തിമേള ഒന്ന് കഴിയട്ടെ. ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞാൽ ഞാൻ തന്നെ പൈസ വാങ്ങിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ? എന്താ ഇതിന്ന് ഞാനിവിടെ അടച്ച നികുതിയാണ്, കെട്ടിട നികുതി. ഈ പഞ്ചായത്തിന് ഞാൻ ചെയ്യേണ്ടതൊക്കെ കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇതൊന്ന് സഹായിച്ചു തന്നൂടെ? അത് ചെയ്യണം. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഈ മേള ഭംഗിയായിട്ട് നടത്താൻ പറ്റുന്നത്. അതെന്താ സുഖം മനസ്സിലാക്കാത്തത്? അപ്പം ഞാനെന്താ ചെയ്യണ്ടത്? നീ ഇനിയിപ്പോൾ തൽക്കാലം പോ, പൈസയൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം കേട്ടോ. എങ്ങനെയെങ്കിലും ശരിയാക്കി തത്. സാറേന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ നീന്ന് നിനക്ക് 5000 പോയിട്ട് 5 പൈസ ഞാൻ തരില്ലടാ തേണ്ടി. ഇയാളില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ കയറി ഇറങ്ങണം? എന്തിനാണ് അങ്ങനെ നാണമില്ലാത്തൊരു മനുഷ്യൻ? നാണെന്ന് പറയണ അയാൾക്കില്ല. പിന്നെ ഒരു 5-8 വോട്ട് ആ കുടുംബത്തിലുണ്ട്. ഞാൻ അതുകൊണ്ടാണ് അത് പിണക്കാതെ നിൽക്കണത്. ഇതിപ്പോൾ എന്തെന്ന് പറഞ്ഞിട്ടാ പറഞ്ഞയച്ചത്? ഈ മേളയൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പം അതിനല്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ പറഞ്ഞത് മേളം നടത്ത എപ്പോൾ കഴിയാനാണ്? മേള 27-ാം തീയതി കഴിയല്ലേ? ആ മേളല്ല ഞാൻ പറഞ്ഞത്, ഇത് കഴിഞ്ഞിട്ടൊരു ഗുസ്തി മേളം ഉണ്ടല്ലോ ഇവിടെ. അത് കഴിഞ്ഞിട്ടല്ലേ കണക്കിന്റെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അല്ല നമ്മുടെ വൈസ് പ്രസിഡന്റ് ഒക്കെ പോയി. വൈസ് പ്രസിഡന്റ് രക്ഷപ്പെട്ടു. എങ്ങനെ? മൂപ്പൻ ആ കള്ളുഷാപ്പുകാരന്റെ കയ്യിൽ നിന്ന് നല്ല കോഴ വാങ്ങിയിട്ട് പ്രതിപക്ഷം ജനങ്ങൾ എല്ലാരും കൂടെ അളകിയല്ലോ. ഇപ്പൊ ജനങ്ങളെല്ലാരും കൂടെ മേള വന്നപ്പോ മേളയുടെ പിന്നാലെ അത് മറന്നു. ആൾക്കാരൊരു കാര്യം നോക്ക്. അല്ല ഓരോ മനുഷ്യന്മാരെ ഭാഗ്യാട്ടത്. ഭാഗ്യാണ്. അല്ലാണ്ടെന്താ? അല്ല സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഒന്ന് സൂക്ഷിച്ചോളൂ കേട്ടോ. ഞാനെന്ത് സൂക്ഷിക്കാൻ? ഇവിടെ ഈ മേളയുടെ സകലമാന പരിപാടിയും ചുമതലൊക്കെ ഇങ്ങടയിലാണെന്നും അതിന് ഇങ്ങനെ കള്ള വൗച്ചർ എഴുതി കായ് കുറെ പോക്കറ്റിലാക്കുന്നുണ്ടെന്നാണ് ജനസംസാരം. ഇതൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷേ ഞാൻ ആ ആരോപണം അടിമുടി നിഷേധിക്കുകയാണ്.
അടിയും ഇടിയും കിട്ടാണ്ട് നോക്കിക്കോളി. കണക്കൊക്കെ എൻ്റെ കയ്യിലുണ്ട്. കോയ, ആ രേഖകളൊന്നും പുറത്തു വിടരുത്. എനിക്കൊരു 10-12 ലക്ഷം രൂപ കടമുണ്ട്. ആ ഇലക്ഷൻ നിന്നപ്പോൾ പറ്റിയതാണ്. ഞാൻ ഈ മേള കഴിയുന്നതോട് കൂടിയിട്ട് അത് ഒന്ന് വീട്ടിക്കോട്ടെ, അവസാനം വരെ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ട്. ഞാൻ കൂടെ വെക്കണേന് എന്താണ്? എന്റെ കുടുംബത്തെ കാര്യമൊന്നല്ല ഇപ്പൊ നിങ്ങൾ എടുത്ത് ചെലവാക്കണേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂക്ഷിച്ചോണ്ട് പറയുന്നത് ആൾക്കാരാ ജാതിയാണേ. അതെ, നിങ്ങൾ രണ്ടാളും കൂടെ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? സാറിന് അനൗൺസ്മെന്റ് ചെയ്ത് സ്വാഗതം ചെയ്യും. സാറിന് ദേഷ്യം വരും. സുഹൃത്തുക്കളെ, അടുത്തതായി നമ്മൾ കാത്തിരുന്ന കലാവിരുന്ന് ആരംഭിക്കുകയാണ്. മലയാളികളുടെ മനസ്സിൽ കുളിരും നൊമ്പരവും ചാലിച്ച ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുത്ത അനശ്വര കലാകാരൻ ശ്രീ ലോലിതന്റെ ലോലിസം എന്ന സംഗീത പരിപാടി അവതരിപ്പിക്കുന്നതിന് പ്രിയ താരത്തെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. मुझको बता दे चाहो में आना, अपने तो दिल का बता दे चाहो में आना। तू ही मुझको बता दे चाहो में आना, अपने तो दिल का बता दे चाहो में आना। इतना बता दूं तुझको चाहत पे अपनी मुझको यूं तो नहीं इख्तियार, फिर भी ये सोचा दिल ने अब जो लगा हूँ मिलने पूछ तुझे एक बार। तू ही मुझको बता दे चाहो में आना, अपने तो दिल का बता दे चाहो में आना। मेरे छोटे छोटे ख्वाब हैं, ख्वाबों में गीत है, गीतों में जिंदगी है, चाहत है अभी न देखो ख्वाब जाने ना ഞാൻ അന്നേ പറഞ്ഞാണ് ആ ഉദ്ഘാടന ദിവസം അറവനമുട്ട് ഏൽപ്പിക്കുക വെച്ചാൽ 17,500 വന്നായിരുന്നു. അറവനമുട്ട് നിങ്ങൾ അന്ന് തുടങ്ങിയതാണ് ഈ അറവനമുട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്.
ഇതിപ്പോ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ. എന്താ പറ്റിയത്? അയാൾ പൈസ തിരിച്ചെന്നില്ലേ? അത് അയാളുടെ മാന്യത. നമുക്കും മാന്യത ഉണ്ട്. നമ്മളൊരു കാര്യം ചെയ്യും, ഒരു പത്രസമ്മേളനം വിളിക്കും, എന്നിട്ട് ആ പൈസ നമ്മൾ സ്വീകരിക്കുന്നില്ല എന്ന് പറയും. എന്നിട്ട് തിരിച്ചു കൊടുക്കുക? തിരിച്ചു കൊടുക്കൊന്നുമില്ല. പിന്നെ അത് ഞാൻ പോക്കറ്റിലിടും. എൻ്റെ കോയ 10-12 ലക്ഷം രൂപ കടം വന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലേ, കുറച്ച് പൈസ ഞാൻ എടുക്കും, ബാക്കി നിങ്ങൾക്കും തരും. നിങ്ങൾക്ക് എന്താ കഴിക്കുമോ? അത് ശരി. അപ്പൊ തിരിച്ചു കൊടുക്കൂല? കൊള്ളാം സാർമാരെ. ആ ലോലിതൻ ഒരു മാന്യനായ കലാകാരനായതുകൊണ്ടേ അയാൾ അധ്വാനിച്ചതിന്റെ പ്രതിഫലം കൂടി നിങ്ങൾക്ക് തിരിച്ചു തന്നു. അയാളെ ഒരു മാതൃക ആക്കിയിട്ടെങ്കിലും ഇതിന്റെ പേരിൽ നിങ്ങൾ ഓരോരുത്തരും വെട്ടി കീശയിലാക്കിയ കാശും കൂടി നൽകിയാലേ ഈ പഞ്ചായത്ത് രക്ഷപ്പെടും. ഇയാള് കിടന്ന് തുള്ളാതടോ. തന്റെ 5000 രൂപയല്ലേ, അതിനുള്ള ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. നാളെ ഒന്ന് വാങ്ങിക്കോ. വേണ്ട സാർമാരെ, 5000 ഉറുപ്പ്യ വേണ്ട. അതും കൂടി നിങ്ങളങ്ങോട്ട് വെട്ടി പിടിക്കോ. നിങ്ങളുടെയൊക്കെ കാരുണ്യം കൊണ്ടേ എന്റെ ഭാര്യ മരിച്ചു. ഇടിവെട്ട് കൊണ്ടോ എൻ്റെ തലയിൽ പാമ്പ് വീണെന്ന് കേട്ടിട്ടുള്ളൂ. ന്യായം മായം മാനം മാനം മുട്ടും പണമുണ്ടേലും മായം മായം വിൽക്കും തടയണ്ടാരും. നല്ലേലും ബില്ലേലും പെണ്ണേലും മറിമായം ചുണ്ടേലും ചിന്തേലും ചന്തേലും മായം. ഈ കാണണ കളിയെല്ലാം പൊക്കാനും മറിമായം നേരിട്ട്